ശ്രീതുവിന്റെ അമ്മ വന്നിട്ട് അവിടെയുള്ള വേറെ ആരോടും കാര്യമായി സംസാരിക്കുന്നത് കണ്ടില്ല കേട്ടോ ലൈവിനകത്ത്. പുള്ളിക്കാരി ഈ മോളെയും കെട്ടിപ്പിടിച്ചിരുന്ന് മോൾക്ക് ഓരോ ഉപദേശങ്ങളും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കുറെ നേരം കണ്ടു കഴിയുമ്പോഴത്തേക്കും പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ട് ഒരു വെറുപ്പിക്കലൊക്കെ പോലെ തോന്നും. എനിക്കും അങ്ങനെ തോന്നി. ഞാനത് ഓപ്പൺ ആയിട്ട് പറയാണ്. അർജുന്റെ ചേച്ചി മിണ്ടാൻ പോയിട്ടാണെങ്കിൽ ശ്രീതുവിന്റെ അമ്മയ്ക്ക് വല്ലാത്തൊരു ആറ്റിറ്റ്യൂഡും ഒക്കെ ആയിരുന്നു, ഒരു അഹങ്കാരമൊക്കെ കാണിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. അർജുന്റെ ചേച്ചി പിന്നെ നടന്ന് പോകുന്നുണ്ടാക്കുന്നു സംഭവം പുള്ളിക്കാരുടെ നേച്ചർ ആ രീതിയിലായിരിക്കും. അർജുന്റെ ഫാമിലി ശ്രീതുവിനെ ചേർത്ത് പിടിച്ചിരുന്ന കമ്പനി അടിച്ച പോലൊരു സംഭവം ഒന്നും ശ്രീതുവിന്റെ അമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. അതും ചിലപ്പോൾ പുള്ളിക്കാരത്തിയുടെ നേച്ചർ ആയിരിക്കും ആ രീതിയിലുള്ളത്. ശ്രീതുവിന്റെ തെറാപ്പിസ്റ്റ് ആകുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. ശ്രീതു അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേ കാര്യം ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ശ്രീതുവിനെ സ്ട്രെസ്സിലാക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവർക്കൊരു റിലാക്സേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഫാമിലിയെ കൊണ്ടുവന്നത്. പക്ഷെ എനിക്കൊരു ടോക്സിക് പേരന്റ് വൈഫൊക്കെ അടിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ പച്ചക്കെടുത്ത് ജഡ്ജ് ചെയ്യുന്നില്ല, അങ്ങനെ കൂടുതൽ ജഡ്ജ് ചെയ്യാൻ നിൽക്കുന്നില്ല. ശ്രീതുവും ഒരു ഇൻഡിവിജ്വൽ ആണ്, പക്വതയുള്ള ഒരു വ്യക്തിയാണ്, ചിന്തിക്കാനുള്ള ശേഷി പുള്ളിക്കാരത്തേക്കും ഉണ്ട്. ആ ബൗണ്ടറിയിൽ കയറി അനാവശ്യമായിട്ട് ഉപദേശിക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. പരമാവധി പോസിറ്റിവിറ്റി കൊടുത്ത് അവരുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്ത് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് തിരിച്ച് വെളിയിലേക്ക് ഇറങ്ങി വരാം. അതാണ് ഈ ഒരു ഫാമിലി വീക്കിന്റെ ഒരു മെയിൻ മോട്ടീവ്. ഞാനിപ്പോ ഈ പറയുന്ന പോലെ വളരെ പോളിഷ് ചെയ്തെന്ന് പ്രേക്ഷകർ കമന്റ് ഇടണമെന്ന് ഒരു നിർബന്ധവുമില്ല. അഹങ്കാരിത്തള്ള, അരഗന്റ് ലേഡി, ടോക്സിക് പെണ്ണുമ്പിള്ള അവര് ശ്രീധുവിനെ ഉപദേശിക്കുന്നു, അർജുനെ മൈൻഡ് ചെയ്തില്ല. ഈ രീതിയിൽ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഫാമിലി ആയിട്ട് കയറുന്നവരുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ ക്യാമറ ഉണ്ടെന്ന് മറന്ന് പുള്ളിക്കാരി ഉപദേശിച്ചതായിരിക്കും, പക്ഷെ കാണുന്നതും വിലയിരുത്തുന്നതും എല്ലാം പ്രേക്ഷകരാണ്. ഇപ്പൊ വെറുപ്പിക്കലായിട്ട് തോന്നുന്നെങ്കിൽ വെറുത്തിട്ടിരുന്ന് കാണുന്നതും പ്രേക്ഷകരാണ്. അപ്പൊ പ്രേക്ഷകർക്ക് എന്തും പറയാം, അതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ശ്രീധുവിന്റെ അമ്മ കുറച്ചൊക്കെ ഒരു അഹങ്കാരം കാണിച്ച പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.